മക്കളെ, മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിൽ ഒന്നാണ് സഫലമീ യാത്ര എന്ന് പറയുന്ന കാവ്യഭാഗം, അല്ലെ? സക്സസ് അല്ലെങ്കിൽ വിജയം എന്നൊക്കെയാണ് നമ്മൾ ഈ സഫലം എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പൊ മലയാള സാഹിത്യത്തിലെ, ആധുനിക മലയാള സാഹിത്യത്തിലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള എഴുത്തുകാരിൽ, കവികളിൽ ഒരാളാണ് ആര്? NN കക്കാട് എന്ന് പറയുന്നത്. കോഴിക്കോട് അവിടനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 1927 കക്കാട് ജനിക്കുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹം ഒരുപാട് മേഖലകളിലെ പ്രഗത്ഭനായിരുന്ന, ഒരുപാട് വാദ്യമാണെങ്കിലും ചിത്രകല, ചെണ്ട, ഓടക്കുഴൽ, ശാസ്ത്രീയ സംഗീതം, അങ്ങനെ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിച്ചിട്ടുള്ള ഒരാളാണ്. കുടുംബം, അല്ലെ, അദ്ദേഹത്തിന്റെ ഒരു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് അസുഖം പിടിപ്പെടുകയും, അല്ലെ, അപ്പൊ ആ അസുഖത്തെ തുടർന്നുണ്ടായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ കവിതയിൽ നമ്മൾ പഠിക്കുന്ന, അല്ലെ? നമ്മുടെ എന്താണ് സഫലമീ യാത്ര എന്ന് പറയുന്ന കവിതയിലൂടെ നമ്മൾ പറയുന്നത് സമൂഹത്തിന്റെ നൈരാശ്യത്തെക്കുറിച്ച്, ഭൂതകാലവും വർത്തകാലവും തമ്മിലുള്ള താരതമ്യത്തെക്കുറിച്ചൊക്കെ നമ്മളുടെ കക്കാടിന്റെ കവിതകളിൽ നമുക്ക് കാണാൻ പറ്റും. കവിതകളുടെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മനുഷ്യാവസ്ഥയും മനുഷ്യസ്നേഹവുമാണ് കക്കാടിന്റെ കവിതകളിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹം ഒരു അധ്യാപകനാണ്, ആകാശവാണിയിലെ പ്രവർത്തകനാണ്, സോഷ്യലിസ്റ്റ് ചിന്താഗതി, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു NN കക്കാടിൻ്റെത്. ഈ NN കക്കാടിനെ കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പും ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അല്ലെ, ബഷീർ എന്ന വല്യ ഒന്ന് എന്ന് പറയുന്ന പാഠഭാഗത്തില് വിഷ്ണുനാരായണൻ നമ്പൂതിരിയും ബഷീറും, അല്ലെ, തമ്മിൽ കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചായിരുന്നു? NN കക്കാടിന്റെ രോഗശയ്യയിൽ വെച്ചിട്ടാണ്, അല്ലെ? അപ്പൊ അർബുദ രോഗം ബാധിച്ച് എന്ത് ചെയ്യാണ്, ഒരുപാട് കാലം, അല്ലെ, ഇങ്ങനെ കിടപ്പിലായി പോയിട്ടുണ്ട്. അർബുദം ക്യാൻസർ ആണ്. അപ്പൊ തൊണ്ടയിലാണ്, അല്ലെ, അദ്ദേഹത്തിന് ക്യാൻസർ പിടിപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ക്യാൻസർ ബാധിച്ചിട്ട് ഒരുപാട് കാലം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു നമ്മുടെ NN കക്കാട്. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ്, ഹോസ്പിറ്റൽ സമയത്ത് കിടക്കുന്ന പറയുന്ന പോലെയുള്ള ഒരു കവിതയാണ് ഏത്? നമ്മളുടെ സഫലമീ യാത്ര, അല്ലെ? ആ ഒരു സമയത്ത്, ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യയോട് സംസാരിക്കുന്ന രീതിയിലാണ് സഫലമീ യാത്ര എന്ന് പറയുന്ന കവിത കക്കാട് എഴുതിയിരിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1986 അതിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ഇങ്ങനെ ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള ഒരു കൃതിയാണ് സഫലമീ യാത്ര എന്ന് പറയുന്ന കൃതി. ഓക്കെ, അപ്പൊ ആദ്യ കാലഘട്ടത്തിലൊന്നും ഇദ്ദേഹം ഈ രോഗം തിരിച്ചറിയുന്നില്ല. കക്കാടും ഭാര്യയുമാണ്, ശ്രീദേവി കക്കാട് എന്നാണ് ഭാര്യയുടെ പേര്. അപ്പൊ തുടക്കങ്ങളിലൊന്നും എന്ത് ചെയ്തിരുന്നില്ല, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാമായിരുന്നു, അല്ലെ? അപ്പൊ തുടക്കകാലങ്ങളിലൊന്നും അർബുദ രോഗത്തെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല. അവസാന ഘട്ടത്തിലാണ് ആശുപത്രി കിടക്കയിൽ തൻ്റെ ഭാര്യയായ ശ്രീദേവിയോട് പറയുന്ന രീതിയിലാണ് നമ്മളുടെ കവിതയുടെ ഘടന വരുന്നത്. ഹൃദയസ്പർശിയും വേദനാജനകവുമാണ്. ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള നമ്മളുടെ ഈ ഒരു കൃതിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ വൈയക്തികമായിട്ടുള്ള ജീവിതത്തെയാണ് ഇതിൽ പ്രതിനിധാനം ചെയ്യുന്നത്. രോഗാതുരമായിട്ടുള്ള, അല്ലെ, ഇന്ന് മരിക്കും നാളെ മരിക്കും, ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കി, അല്ലെ? ഇനി അധികം ജീവിക്കാനില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഈ ഒരു കവിത എഴുതുന്നത്, അല്ലെ? അപ്പോൾ സാഹിത്യ ജീവിതവും തൻ്റെ ജീവിതമൊക്കെ എന്താണ്? സഫലമാണ്, സക്സസ്ഫുൾ ആണ്, വിജയമാണ് എന്ന തിരിച്ചറിവിലാണ്, അല്ലെ? അപ്പൊ അയ്യോ ഞാൻ നാളെ മരിച്ചു പോയല്ലോ എന്നുള്ള സങ്കടത്തിലല്ല, താൻ നേടിയിട്ടുള്ളതൊക്കെ, തൻ്റെ കാവ്യപരമായിട്ടുള്ള സാഹിത്യപരമായ ജീവിതമാണെങ്കിലും ശരി, വ്യക്തിപരമായ ജീവിതമാണെങ്കിലും ശരി, ജീവിതം എങ്ങനെയുള്ളതാണ്? സക്സസ്ഫുൾ ആയി, അല്ലെ? ഞാൻ അതിലൊക്കെ സഫലമായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ബോധത്തിൽ നിന്നാണ് ഓർമ്മകളെ കുറിച്ച്, അല്ലെ, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും ഭാര്യയോടൊത്തുള്ള നല്ല നിമിഷങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഓർമ്മകൾ ആര് പങ്കുവെക്കുന്നത്? NN കക്കാട് പങ്കുവെക്കുന്നത്. അപ്പൊ ഇതിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്തി തരാം. നേരിയ നിലാവിന്റെ പിന്നിലെ അനന്തതയിൽ അലിയും ഇരുൾ നീലിമയിൽ ഇതിന്റെ ഔചിത്യം വ്യക്തമാക്കുക. കവിത ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള 4 വരിയൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അതിന്റെ ഔചിത്യം വ്യക്തമാക്കുക, കാവ്യ സന്ദർഭം വിശകലനം ചെയ്യുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പൊ കൃത്യമായ രീതിയിൽ കവിത പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? പണിപാളും, അല്ലെ? നമുക്ക് കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഉത്തരം എഴുതാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എന്തൊക്കെയാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്? നേരിയ നിലാവിന്റെ പിന്നിലെ അനന്തതയിൽ എരിയുന്ന ഇരുൾ നീലിമയിലാണ് ഏകാന്ത താരകൾ നിന്ന് വിറയ്ക്കുന്നത്, അല്ലെ? അപ്പൊ കവിയുടെ ഓർമ്മകൾ എന്ത് ചെയ്യാണ്? നേരിയ നിലാവിന്റെ പിന്നിലുള്ള താരകങ്ങൾ പോലെ, നമ്മുടെ നക്ഷത്രങ്ങൾ കുറെ ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്കതിങ്ങനെ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്, വിറയ്ക്കുന്നതായിട്ട് തോന്നുകയാണ്, അല്ലെ? അപ്പൊ ആ നക്ഷത്രങ്ങളെ പോലെയാണ് അവ്യക്തമായിരിക്കുന്നത്, അല്ലെ? ഇങ്ങനെ മിന്നിമാഞ്ഞു പോകുന്ന എഴുത്തുകാരന്റെ ഓർമ്മകൾ. പക്ഷെ അത് അത്രയും ദീപ്തമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കവിയുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥയെയും മാനസികമായിട്ടുള്ള അവസ്ഥയെയുമാണ് വിറയ്ക്കുന്ന ഏകാന്തമായിട്ടുള്ള താരങ്ങളോട് എന്ത് ചെയ്യുന്നത്? ഉപമിക്കുന്നത്. അത് അവ്യക്തവും വിറയ്ക്കുന്നതുമാണെങ്കിലും താരകളെ കാണാനുള്ള കവിയുടെ ആഗ്രഹവും പ്രത്യാശയും തളരാത്ത മനസ്സിനെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ആകാശത്ത് കവി കാണുന്ന ആ നേരിയ നിലാവ് എന്ന് പറയുന്നത് സ്നേഹാർദ്രമായ ജീവിതത്തിന്റെയും അതിന് പിന്നിലുള്ള അനന്തതയും അതിൽ അലിയുന്ന ഇരുൾ നീലിമ എന്ന് പറയുന്നത് മരണത്തെയുമാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്യം കൂടെയാണ്, വരി
വരി കൂടെയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ശരീരത്തിൽ സാവകാശം സംഭവിക്കുന്ന മരണത്തെയാണ് അല്ലെ അതിലൂടെ അർത്ഥമാക്കുന്നത്. മരണത്തിന്റെ നിഗൂഢത ഇരുൾ നീരുമേൽ എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ മരണശേഷം ആത്മാക്കൾ ആകാശത്തിൽ അല്ലെ നക്ഷത്രങ്ങളായി പുനർജനിക്കുമെന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. കഥകളിലും മിത്തുകളിലും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ആ ഒരു കഥയെയും എന്ത് ചെയ്യുന്നു, നമുക്കിതിനോട് ചേർത്ത് വായിക്കാം അല്ലെ. നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയും നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റും. ഇനി എന്താണ്, മരണത്തെ അഭിമുഖീകരിക്കുന്ന അവശ്യമായ കവിയുടെ മാനസിക ഭാവം എന്ത് ചെയ്യുന്നുണ്ട്, ഈ വരികളിൽ നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണാം. ഇങ്ങനെ ആശുപത്രി വാസത്തിനിടെ ഓരോ അവസ്ഥയിലൂടെയും കടന്നു പോകുന്ന കവിയുടെ ആ ഒരു മാനസികാവസ്ഥ ബോധത്തിനും അബോധത്തിനും ഒക്കെ ഇടയിലൂടെ അല്ലെ കവി കടന്നു പോകുന്ന എന്ത് ചെയ്യുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് സഫലമീ യാത്ര എന്ന് പറയുന്ന പാഠഭാഗം. ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം സഫലമീ യാത്ര എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മക്കൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് ലൈവുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, നമ്മുടെ ലൈവിലൊക്കെ ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ മാത്രം വന്നാൽ പോരെ, മാക്സിമം ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ലൈവിലേക്ക് വരേണ്ടത്. സഫലമീ യാത്ര ഉൾപ്പെടെ എല്ലാ പാഠഭാഗങ്ങളും എന്ത് ചെയ്യണോടാ, നമുക്ക് 1 മാർക്കിനും 2 മാർക്കിനും 4 മാർക്കിനും 6 മാർക്കിനും ഒക്കെയുള്ള ചോദ്യങ്ങൾ അല്ലേ. അങ്ങനെ സെറ്റായിട്ട് പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമുക്ക് പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.